السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وأصحاب سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين وجميع عبادك الصالحين. أما بعد. നമ്മളിപ്പോൾ 76 പേജിലാണ് അല്ലേ. 10 നമ്പർ തത്ബീഖാണ്. വലൗ കാന ബിഫളാഇൻ ശുരിത അല്ലാ യസീദ മാ ബൈനഹുമാ അലാ 300 ദിറാഇൻ തഖരീബൻ. ഇമാമും മഅ്മൂമും തുറന്ന സ്ഥലത്ത് ഫളായിലാണുള്ളത് എങ്കിൽ ശുരിത അല്ലാ അതായത് ബിനായിലൊന്നും അല്ല ഉള്ളത് എങ്കിൽ ശുരിത അല്ലാ യസീദ മാ ബൈനഹുമാ അലാ 300 ദിറാഇൻ തഖരീബൻ അല്ലേ. അപ്പോൾ അത് നമ്മൾ ചർച്ച ഉണ്ടല്ലോ, രണ്ടാളെയും പള്ളി ഒരുമിച്ച് കൂട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയ ചർച്ച ഉണ്ടല്ലോ ഇമാം മഅ്മൂം നിൽക്കുന്നിടത്ത്. പിന്നെ പറഞ്ഞിരുന്നു എന്ത്, ഫളായിലാണെങ്കിൽ ഷർത്തുണ്ട്, രണ്ടാളുടെയും ഇടയിൽ 300 ദിറായിനേക്കാൾ ഏറാൻ പാടില്ല. അത് 300 ദിറായി നമുക്ക് കിട്ടേണ്ടിയുണ്ട്, അല്ലെങ്കിൽ നിൽക്കാൻ ശരിയാവില്ല. 300 × 46.1 അത്ര സെൻറ്റിമീറ്ററാണ്, അഥവാ അത്ര മീറ്ററാണ്, 138.3 മീറ്ററാണത്. അതെ, അപ്പോൾ ഒരു 138.3 138 മീറ്ററിനേക്കാൾ അപ്പുറമാണ് ഒരാൾ നിൽക്കുന്നത്. എന്നിട്ട് അയാൾ ഇവിടുന്ന് തുടരുക, അത് നടക്കൂല. ഇത്തിരിയെങ്കിലും ദൂരമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇമാമിൻ്റെ ഇമാമിൻ്റെ ഇടയിൽ. മനസ്സിലായി? ഹദ്ദുൽ ഗൗസ്, ഹദ്ദുൽ ഗൗസിൽ പോയി നോക്കണം, വെള്ളമുണ്ടോ. തയമ്മുകാരൻ തയമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഷർത്തപ്പെട്ടതല്ലേ അത് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ ലബത്തഹു ഐ ഹദ്ദൽ ഗൗസ്, ഹദ്ദുൽ ഗൗസ് എന്നതിനെ ലബത്താക്കിയിട്ടുണ്ട്. ഇമാമു വഗൈറുഹു, ഇമാം ഹറമൈനിയും ഗൈറും യകൂന ബിഹൈസു ലവിസ്തഗാസ ബിർറുഫ്ഖത്തി മഅ തശാഗുലിഹിം വ തഫാവുളിഹിം. പോലും പരസ്പരം ശുഗലിലും അല്ലെ ചർച്ചയിലൊക്കെയാണ്. ആ സമയത്ത് ആരും വിളിക്കുന്നുണ്ടോ എന്ന് കേൾക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പം വളരെ ചെറിയ തലം കേൾക്കും. അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. തശാഗുലും തഫാവുളും ആയ സമയത്ത് തന്നെ ഇയാൾ റുഫഖത്തിനോട് സഹായം ചോദിച്ചാൽ അത്ര ദൂരം. വയഖ്തലിഫു ദാലിക ബിസ്തിവാഇൽ അർളി വഖ്തിലാഫിഹാ, ഭൂമി പരന്നത് നേരെ മുസ്തവിയായ ഭൂമി ആവലും അല്ലാത്തതും വ്യത്യാസം ഉണ്ടാവും, മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഹദ്ദുൽ ഗൗസ് എന്ന്, പരിധിയാണ് ഹദ്ദുൽ ഗൗസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞു. അതിന് ശേഷം പിന്നെ കണക്കാക്കിയ ആളുകളുണ്ട്, അത് പറയാണ്. ഖദ്ദറഹുൽ അല്ലാമ സഈദ് ബാഷൻ ഫി ബുശ്റൽ കരീമിൽ, ബുശ്റൽ കരീം ഫി ശറഹി മസായിൽ താലീമിൽ സഈദ് ബാഷൻ തങ്ങൾ പറഞ്ഞു, കണക്കാക്കി ബി 300 ദിറാ കൊണ്ട് കണക്കാക്കി. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയതാണത്. ഫഹദ്ദുൽ ഗൗസ് 138.3 മീറ്ററാണ്. ഇമാമിൻ്റെ ഇമാമിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും കൂടിയ ദൂരം എന്നിപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇപ്പോൾ ഹദ്ദുൽ ഗൗസ്. ഇനി ഹദ്ദുൽ ഖുർബ് എന്തെന്നാണത്? ഖൗലുഹു വയുസമ്മ ഹദ്ദൽ ഖുർബീൻ. അതേതോ കിതാബ് എന്ന് കൊടുത്തതാ, ഹശിയത്തുൽ ജമൽ എന്ന് കൊടുക്കുന്നതാ. വഖദ്ദറൂഹു, ഈ പേരെല്ലാം പറഞ്ഞാൽ ചില മനസ്സിമറിഞ്ഞ് തിരിയൂല. അപ്പോൾ അത് കണക്കാക്കി പറഞ്ഞു തന്നു അവർ. ബിനിസ്ഫി ഫർസഖിൻ, നിസ്ഫ് ഫർസഖാണ് ഹദ്ദുൽ ഖുർബ് എന്ന് ചിലർ കണക്കാക്കിയിട്ടുണ്ട്. ഫർസഖ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഞാൻ മുമ്പ് ചാർട്ടിലിട്ടതാണ്. ചാർട്ടിൽ ഇടാൻ മതി, നമ്മൾ കണക്കാക്കി തന്നതാണ്. അപ്പോൾ നിസ്ഫ് ഫർസഖ് അല്ലെങ്കിൽ അടുത്ത പേജിലായിട്ടുണ്ടാവും. ഫർസഖ് നമ്മളെ കയ്യിലുണ്ട്, 8 കിലോമീറ്റർ. അടുത്ത പേജിൽ തന്നെ 28 പേജിലുണ്ട്. ഈ 8 കിലോമീറ്റർ 298 മീറ്റർ. അപ്പോൾ നേരെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അതാണ് നിസ്ഫുൽ ഫർസഖ്. വഖുദ്ദിറ നിസ്ഫുൽ ഫർസഖി, നിസ്ഫുൽ ഫർസഖിനെ കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ബിസൈരിൽ അസ്ഖാലിൽ മുഅ്തദിലത്തി, നമ്മൾ പറഞ്ഞതാണ് 11 ദറജതൻ റുബഅ ദറജത്തിൻ, 11.25 ദറജ. 11.25 ദറജ, ഒരു ദറജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 4 മിനിറ്റാണ് അല്ലേ. അപ്പോൾ 11.25 ദറജ, അപ്പോൾ 44 45 3/4 മണിക്കൂർ കേട്ടോ. 11.25 ദറജ അത്ര കൊണ്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് നിസ്ഫ് ഫർസഖിനെ.
അത്ര ഉള്ള അത്ര സമയത്തിൻ്റെ വഴിദൂരമാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിസ്ഫുൽ ഫർസഖ് 11 കാലാന്ന് കിട്ടിയത്? അത് നമ്മൾ പറഞ്ഞ അത് പിടിക്കുന്ന കോലാറാണ്. കാരണം മസാഫത്തുൽ ഖസ്ർ യൗമും വലൈലയാണല്ലോ. സമയം കൊണ്ട് കണക്കാക്കിയാൽ ഒരു രാപ്പകൽ ദൂരമല്ലേ. നമ്മൾ പറഞ്ഞതാണ് മർഹല കണക്കാക്കുന്നിടത്ത് സമയം കൊണ്ടുണ്ട്, അതുപോലെ ദൂരം കൊണ്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. സമയം കൊണ്ട് യൗമും വലൈലത്താണ് മുഅ്തദിലായ. ഖദറുഹ യൗമും വലൈല എന്ന് പറഞ്ഞാൽ സമയം എത്രയാ? സലാസുമിയത്തും സിത്തൂൻ്റെ ദറജ 360 ദറജ അല്ലേ. 360 × 4 എത്രയാ? 1440 അല്ലേ. അതെ, അത്ര ദറജയാണ്. അത്ര മിനിറ്റ് അതല്ല 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര 24 പിന്നെ മൊബൈൽ ഷോല്ല ഇപ്പോഴല്ലോ. അതെ, 24 × 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ. അപ്പോൾ 24 × 60 മനക്കണക്കം കൂട്ടാൻ നമ്മൾ 24 × 60 10 60 600 600 600 1200 4 60 250 1200 250 1450. ശരി, അപ്പോൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റാണല്ലോ. ശരി, അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 360 ആയിരിക്കും. 1450 4 കൊണ്ട് ഹരിച്ചാൽ 360 ആയിരിക്കും. 360 ഇറങ്ങാം. മനസ്സിലാവുക? 4 300 1200 4 600 250 4 60 250 1440. വഖദറുഹ സലാസുമിയത്തിൻ വസിത്തൂന ദറജ. ഈ പറയാം മസാഫത്തുൽ ഖസ്റിൻ്റെ ഖദർ യൗമും വലൈല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖദർ സമയം കൊണ്ട് നോക്കുമ്പോൾ 360 ദറജയാണ്. മസാഫത്തുൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ 16 ഫർസഖാണ്. അപ്പോൾ 360 എന്ന് പറഞ്ഞാൽ 16ആണ്. ഫൈദാ ഖുസിമത്ത് അലൈഹ ബിഇതിബാരി ദറജി. അപ്പോൾ ദറജ പരിഗണിച്ചുകൊണ്ട് 16 കൊണ്ടങ്ങ് 360 ഹരിച്ചാൽ കാന മായഹുസ്സു കുല്ല ഫർസഖിൻ. അപ്പോൾ എല്ലാ ഫർസഖിനെയും പിന്നെ ഇഖ്തിസാസ് ചെയ്യുന്ന ഖുസൂസാക്കുന്ന ഒന്നാകും. അപ്പോൾ ഒരു ഫർസഖിന് ഇത്ര വരും. 16 കൊണ്ടങ്ങ് ഹരിച്ചാൽ ഒരു ഫർസഖിന് എത്ര വരൂ? 22 ദറജത്തൻ വ നിസ്ഫു ദറജ. 22 ദറജയും നിസ്ഫു 22.5 വരിക. 22.5 വരിക. അതെ, അങ്ങനെ തന്നെ വരിക. നിങ്ങളൊന്ന് ഹരിച്ചു നോക്ക്, എന്നാൽ റെഡി ആയിരിക്കും. 22.5 ഫൈദാ ഖുസിമത്ത് അലൈഹ അല്ലേ. അപ്പോൾ മസാഫത്തുൽ ഖസ്ർ 16 ഫർസഖാണ്. അപ്പോൾ 360 നിങ്ങൾ 16 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ കിട്ടുന്ന ഉത്തരത്തിലായിരിക്കുമോ? 22.5 ആയിരിക്കും അല്ലേ. 10 22.5 225. 225ൻ്റെ പകുതിയും കൂടി അതിലൂടെ കൂട്ടിയാൽ 330. റെഡി. 310 ചില്ലറ. അതിലൂടെ 16 കൂടി കൂട്ടിയാൽ അല്ലേ. അതെ, റെഡി ആയിട്ടുണ്ടാവും. 360 നല്ല അറിഞ്ഞ് 6 പിന്നെ 10 222.5 അപ്പോൾ 225 അവിടെ കിട്ടി. അതിൻ്റെ പകുതി 111.4 അല്ലേ. 220 330.4. പിന്നെ എത്ര കൂട്ടണം? നമുക്കൊരു 25 22.5 പിന്നെയും കൂട്ടാനില്ലാടാ. റെഡി ആയിട്ടുണ്ടാവും. 360 ഹരിക്കണം. പോയിന്റിൽ നമുക്ക് ഓർമ്മിച്ച് കൂട്ടാൻ പണിയുണ്ട്. നിങ്ങൾ മൊബൈൽ കൂട്ടിക്കൂടി. 360 എന്താക്കിയതാണത്? 16 കൊണ്ട് ഹരിച്ചതാണ്. 360 ഹരിക്കണം 16. അപ്പോൾ എത്ര വരൂ? 22.5 വരും. 22.5 വരും. വനിസ്ഫുൽ ഫർസഖി മാദക്കറ. അപ്പോൾ 22.5 വരും. 22.5ൻ്റെ പകുതി എടുത്താൽ 11.4 വരും. 22 പകുതി എടുത്ത് 14 വരൂല. വരും. ഇഷ്കാല് ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി വെക്കാം. 22.5 × 16. റെഡിയാണ്, കൂട്ടി റെഡി. അപ്പോൾ 360 നിങ്ങൾ 16 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 16 ഫർസഖ് കൊണ്ട് ഹരിച്ചു നോക്കിയാൽ കിട്ടുന്നത് 22.5. അപ്പോൾ ഒരു ഫർസഖിൻ്റെ ഹുസൂസാക്കുന്ന ഒരു ഫർസഖിന് വരുന്ന ദറജ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
22.5 ദറജയാണെന്ന് മനസ്സിലായി. അപ്പോൾ 22.5 ദറജയാണ് ഒരു ഫർസഖിന് വേണ്ട സമയം എന്ന് പറയുമ്പോൾ, ഒരു ഫർസഖ് ദൂരത്തിലെത്താൻ വേണ്ട സമയം 22.5 ദറജയാണ് എന്ന് പറയുമ്പോൾ, അര ഫർസഖിന് എത്ര വേണോ? 14 എന്ന് വേണോ? ഉറപ്പല്ലേ? വേറെ പകുതി 14 22.5 പകുതിയല്ലേ? വനിസ്ഫുൽ ഫർസഖി മാതക്കറ അഷ് അല മുഹമ്മദ് റംലി അലി ഷബറ മല്ലീസി മുഹമ്മദ് റംലിൻ്റെ നിഹാൻ്റെ ഷറയിൽ വഫി ഖല്യൂബി അലൽ മഹല്ലി വമൻ ലബത്തഹു ബി നിസ്ഫി ഫർസഖിൻ. അത് ഒരു സംഗതി പറഞ്ഞതാ. നിസ്ഫ് ഫർസഖാണ് കേട്ടോ എന്ന് പറഞ്ഞ ആൾ അദ്ഖല ഫീഹി ഹദ്ദൽ ഗൗസി സാബിഖ. ഒരു ഹദ്ദുൽ ഗൗസും കഴിഞ്ഞിട്ട് പിന്നെ നിസ്ഫ് ഫർസഖ് എന്നല്ല പറഞ്ഞത്. ഇവിടുന്ന് തന്നെ ഹദ്ദുൽ ഖുർബ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന എടുത്തുനിന്ന് ഹദ്ദുൽ ഖുർബിൽ ഇത്ര വേണമെന്നാണ്. ഹദ്ദുൽ ഗൗസും കഴിഞ്ഞിട്ട് പിന്നെയും നല്ല. അപ്പോൾ ടോട്ടൽ ആണ് പറഞ്ഞത്. ഹദ്ദുൽ ഗൗസ് ഉൾപ്പെടെ ഉള്ള കൂട്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അത് ഉൾപ്പെടെയാണ് നിസ്ഫ് ഫർസഖ് വേണ്ടി വരും ഹദ്ദുൽ ഖുർബിന് എന്ന് പറഞ്ഞവർ പറഞ്ഞത്, നമ്മൾ വിശദപ്പെട്ടാൽ. അപ്പോൾ ഹദ്ദുൽ ഖുർബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിസ്ഫ് ഫർസഖാണെന്ന് മനസ്സിലായി. നിസ്ഫ് ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് മനസ്സിലായി, ഇത്രയാന്ന് മനസ്സിലായി. ഫഹദ്ദുൽ ഖുർബ് എന്ന് പറഞ്ഞാൽ 82.98. അത് നമ്മൾ നേരത്തെ ഫർസഖിന് കണക്കാക്കിയ മീറ്ററുകളാണ്. അതിൻ്റെ നേരെ പകുതി 4149 മീറ്ററാണ്. മനസ്സിലായി. അപ്പോൾ ഹദ്ദുൽ ഖുർബ് എന്ന് പറഞ്ഞാൽ ഇനി പേടിക്കേണ്ട, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ജദ്വലുൽ അത്വാൽ പറയാണ് നമ്മൾ. അത്വാലിൻ്റെ ജദ്വൽ മൊത്തത്തിൽ ഇതുവരെ കിട്ടിയതെല്ലാം പറയുകയാണല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതൊരു ചാർട്ടിൻ്റെ ഉള്ളിലാക്കിയെന്നേ ഉള്ളൂ. ദിറാവുൽ ആദമി അദ്ദിറാവുന്ന പ്രിൻറ്റിങ്ങിൽ DTP-കാരോട് തെറ്റിപ്പോയതാ. അല്ല് വേണ്ടാലോ, മുലാഫിൽ അല്ലുണ്ടാവില്ലല്ലോ. ദിറാവുൽ ആദമി ഷറഈ ദിറാവുൽ ഏത് എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. അത് 46.1 നന്നായി. ദിറാവുൽ ഹദീദ് എന്ന് പറഞ്ഞാൽ ദിറാവുൽ ഇതിനേക്കാൾ ദിറാവുൽ ഹദീദ് എന്ന് പറഞ്ഞാൽ സുമുന് കൊണ്ട് കൂടുതലായിരിക്കും എന്നല്ല പറഞ്ഞേ. അപ്പോൾ 52.685 ഒരു സുമുനങ്ങ് കുറച്ചാൽ എത്രയൊക്കെ ഉണ്ടാവും? 46.1 ആയിരിക്കും. നിങ്ങൾ കൂട്ടിയൊക്കെ തിരിച്ചും പറയാം. 46.1 സുബഹ് കണ്ടെത്തിയിട്ട് അതിനെ 46.1 കൂടെ കൂട്ടിയാൽ 52.685 ആയിരിക്കും. അതാണ് ദിറാവുൽ ഹദീദ് ഷറഈ തമ്മിലുള്ള ബന്ധം. സുമുനിൻ്റെ ബന്ധമാണെന്ന് കാണിക്കില്ല. സുമുനങ്ങ് കുറച്ചാൽ ദിറാവ് ഷറഈ ആവും. അല്ലെങ്കിൽ ദിറാവ് ഷറഈൻ്റെ സുബഹ് അതിൻ്റെ കൂടെ തന്നെ കൂട്ടിയാൽ ദിറാവുൽ ഹദീദ് ആവും. ദിറാവുൻ നജ്ജാർ എന്ന് പറഞ്ഞാൽ ദിറാവുൻ നിസ്ഫുഹു ആണ്. ഷറഈ കൊണ്ടുള്ള ദിറാവിൻ്റെ നിസ്ഫ് കൂടി കൂട്ടലാണ്. അപ്പോൾ 46.1 പ്ലസ് 23.05 അല്ലേ? അതാണ് 69.15 എന്ന് പറഞ്ഞത്. മീൽ ഹാഷിമി നമ്മൾ കാണിച്ചു തന്നതാണ് കൂട്ടിയിട്ട് മീറ്റർ ആക്കിയിട്ട്. അപ്പോൾ 2266 മീറ്റർ അഥവാ 2.766 കിലോമീറ്റർ. ഇസ്ബഹ് കാണിച്ചു തന്നതാണ് നമ്മൾ. എന്താണ്? 24 കൊണ്ട് ഹരിച്ചതാണ്. 46.1 24 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഇസ്ബഹ്. കാരണം 24 ഇസ്ബഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിറാവ് ഷറഈൻ്റെ പകുതിയാണ്. അപ്പോൾ അത്ര കിട്ടും. 46.1 ഹരിക്കണം 2ആണത്. ഖുത്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിറാവിൻ നിസ്ഫുഹു ആണ്. 46.1 കൂട്ടണം അതിൻ്റെ പകുതി. ഫർസഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തന്നതാണ്. പിന്നെ 3 മീല എന്ന് പറഞ്ഞിട്ട് 3 മീൽ നമ്മുടെ അടുത്ത് കിട്ടിയതാണ്. മീൽ ഹാഷിമി ഇപ്പോൾ 4-ാം നമ്പർ നമ്മൾ പറഞ്ഞല്ലോ. അത് ഇൻ്റെ 3 എന്ത് ഫർസഖ് എന്ന് പറയുന്നത്. ബരീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബരീദ് എന്ന് പറഞ്ഞാൽ അൽ ബരീദ് 4 ഫർസഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8.298 കിലോമീറ്ററിനെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 33.192 കിലോമീറ്റർ, 1.92 കിലോമീറ്റർ. മർഹല എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ബരീദാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 × 33.192 66.384 എന്ന് പറയുന്നത്. മസാഫത്തുൽ ഖസ്ർ മർഹലത്താനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മർഹല 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഹദ്ദുൽ ഖൗസ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പിന്നെയും പറയണ്ട. ഹദ്ദുൽ ഖുർബും പറഞ്ഞു. ഷിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിറാവിൻ്റെ പകുതിയാണ്. ഓക്കെ, ചാർട്ടും കഴിഞ്ഞു. ഒരു തമ്പീഹ് കൂടി പറയാം. ഒരു തമ്പീഹ് കിതാബിലുള്ളതും ഒരു തമ്പീഹ് കിതാബിലില്ലാത്തതും പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ ക്ലോസ് ആവും. തമ്പീഹൻ ബനൈന കുല്ലൽ ഹിസാബാത്തി ബിദായത്തൻ മിനൽ ഔസാനി. തുടക്കം മുതൽ വസ്ന് മുതൽ തുടങ്ങിക്കൊണ്ട് നമ്മളെ ഹിസാബുകളൊക്കെ നമ്മൾ എടുത്തത് അല അസാസി അന്നദ്ദീനാറ 4.25 ഗ്രാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചർച്ച തുടങ്ങിയത്. വറഅയ്ന ബഅദൽ ഉലമാഇ യുബയ്യിനുന ഫീ മുഅല്ലഫാതിഹിം. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദിർഹമിനെയും ദീനാറിനെയും മുഅക്കിദൈനി ഊന്നി പറഞ്ഞുകൊണ്ട്, അല്ലെ മുഅക്കിദീന, അല്ലെ മുഅക്കിദീന അന്ന ഹുനാക യുബയ്യിനുന മുഅക്കിദീന അന്ന ഹുനാക ദിർഹമ വസ്നിൻ ഔ കൈലിൻ വദിർഹമ നഖദിൻ വകദാലിക കാന ഹുനാക മിസ്ഖാലു വസ്നിൻ ഔ കൈലിൻ വമിസ്ഖാലു നഖദിൻ. മിസ്ഖാലുൽ വസ്ൻ അല്ലെ മിസ്ഖാലുൽ കൈല് അല്ലെ ദിർഹമുൽ വസ്ൻ അല്ലെ ദിർഹമു കൈല്, രണ്ടും പറയാറുണ്ട്. അങ്ങനെ ഒന്ന്. പിന്നെയോ ദിർഹമുൻ നഖദ് വേറെ ഒന്ന്. നാണയത്തിൻ്റെ ദിർഹം അല്ലെ നാണയത്തിൻ്റെ ദീനാർ ഒന്ന് വേറെ,
അളവിൻ്റെ തൂക്കത്തിൻ്റെ ദിർഹം, തൂക്കത്തിൻ്റെ ദീനാർ എന്നിട്ട് വേറെ, ഇങ്ങനൊരു സംഗതിയുണ്ട്. അപ്പോൾ അത് രണ്ടായി തന്നെ കാണണം. അപ്പോൾ ഇത്ര ദിർഹം പിന്നെ സാധനം എന്ന് പറയുമ്പോൾ ഇത്ര ദിർഹം ഇന്ന പൊടിയെടുക്കുക, നമ്മൾ കണ്ടില്ലേ തിബിൻ്റെ തവല കാണും പോലെ ഇത്ര ദിർഹം ഇന്ന സംഗതി എന്നെല്ലാം പറഞ്ഞാൽ അതൊരളവാണ്. അത് ദിർഹമുൽ വസൻ എന്ന് പറയൂ, അല്ലെ ദിർഹമുൽ കൈൽ എന്നും പറയാറുണ്ട്. ദിർഹമുൽ നഖദ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, നാണയം അത് ഓരോന്നാണ്. അപ്പോൾ ദിർഹം ശറഈ എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്, അതിൻ്റെ വസൻ ഒന്ന് വേറെയാണ്. ദിർഹമുൽ കൈൽ എന്ന് പറയുന്ന ഇത്ര ഭാരം എന്ന് കണക്കാക്കുന്ന ദിർഹം അത് വേറൊന്നാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നോ മുമ്പ് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. കതബ മഹ്മൂദ് ഫാഖൂരി, അയാളത് പറഞ്ഞ ആളാ. വതജ്ദറുൽ ഇശാറത്തു ഇലാ അന്ന ദിർഹമ ശർഇയ്യ ലൈസ ദിർഹമൻ നഖദിൽ ഇസ്ലാമി. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് എതിരാവിൽ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചർച്ച ചെയ്യാണ്. ലൈസ ദിർഹമൻ നഖദിൽ ഇസ്ലാമി അല്ലദീ ദറബഹു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. അയാൾ അടിച്ച ദിർഹമുൻ നഖദ് അല്ല, ദിർഹമു ശർഇ എന്നാണ് ഇയാൾ പറയുന്നത്. ഫദിർഹമു ശർഇയ്യു വഹ്ദത്തുൽ ലിൽ വസ്ൻ, അത് തൂക്കത്തിൻ്റെ ഒരു യൂണിറ്റാണ്. ദിർഹം തൂക്കം അതൊരു യൂണിറ്റാണ്. തുസാവി 3.183571 എന്ന് അയാളെ കിതാബിലുണ്ട്. അതിൻ്റെ തൂക്കം അത്രയാണോ? നമ്മൾ പറഞ്ഞ 2.975 ഞമ്മക്കങ്ങനെ രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. വസ്തു നമുക്ക് നോക്കാലോ. അമ്മ ദിർഹം അബ്ദുൽ മലിക് ഫവഹദത്തു നഖദിൻ ഫിദ്ദിയത്തിൻ തസിനു 2.97133 ഗ്രാം. നമ്മൾ 2.975 പറഞ്ഞു തന്നതാണ് നിങ്ങളോട് നേരത്തെ. ഇതാണ് ഇപ്പോൾ ഇയാളെ കിതാബിലുള്ളത്. അബ്ദുൽ മലിക്കിൻ്റെ ദിർഹം ഇങ്ങനെയാണ്. ലൈസ ദിർഹമൻ നഖദി അല്ലദീ ദറബഹു അബ്ദുൽ മലിക്. ദിർഹമു ശർഇ അയാൾ പറയുന്നത് 3.98 ദിർഹമും അബ്ദുൽ മലിക് അടിച്ചതോ 2.97 എന്നാണ്. അതേപോലെ ദീനാറിലുണ്ട് അത്ര. കമാ അന്നൽ മിസ്ഖാല ശർഇയ്യ ലൈസ ദീനാർ അൽ ഇസ്ലാമിയ്യ അല്ലദീ ദറബഹു അബ്ദുൽ മലിക് ബിൻ മർവാൻ. ഫൽ മിസ്ഖാലു ശർഇ വഹദത്തുൽ ലിൽ വസ്നി തുസാവി 4.54 എന്ന് പറയുന്നത് ഗ്രാമത്ത്, ഗ്രാമുകൾ. അമ്മ ദീനാർ അബ്ദുൽ മലിക് ആണെങ്കിലോ വഹദത്തു നഖദിൻ ദഹബിയ്യ, അതൊരു സ്വർണ്ണ നാണയമാണ്. തസിനു 4.24476 ഗ്രാമത്ത്. ഇയാളെ കിതാബ് മൗസൂഅത്ത് വഹദാത്തുൽ ഖിയാസ് അൽ അറബിയ്യ വൽ ഇസ്ലാമിയ്യ മഹ്മൂദ് ഫാഖൂരി അതിലാണ് പറഞ്ഞത്. വേറെയും പറഞ്ഞ പോലെ കാണിച്ചാരൊന്നും കൂടി നാട്ടിലുള്ള വഫിൽ മദാരിജ് വരിത്തുലു അശ്ശർഇയ്യു ലിവസ്നിൽ കൈലി ഔ ലിമുജറദിൽ വസ്നി, ജസ്റ്റ് തൂക്കാനുള്ളത് അല്ലെങ്കിൽ അളക്കാനുള്ളത് എന്നുള്ള അടിസ്ഥാനത്തിലുള്ള രീതിയിൽ റാത്തൽ. നമ്മളിപ്പോൾ ഇദ്ദേഹം ദിർഹം ദീനാറിനെ കുറിച്ച് ചർച്ച ചെയ്തത് മദാരിജിൽ പാനൂർ സയ്യിദ് ഇസ്മായിൽ ശിഹാബ് പാനൂർ തങ്ങൾ ചർച്ചയാണ്. റിത്തുൽ ശർഇ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്നുൽ കൈലിന് അല്ലെ മുജറദുൽ വസ്നിനുള്ള റിത്തുൽ ശർഇ എന്ന് പറഞ്ഞാൽ ബഗ്ദാദിയായ റിത്തുൽ 128 ദിർഹമൻ വ4 അസ്ബാഇ ദിർഹം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അത് മുജറദുൽ കൈലിനുള്ളതാണ്, അളത്തത്തിനുള്ളതാണ്. ദിർഹം ശർഇ വേറെ ഉണ്ടെന്ന് പറയുന്നത്. വയുആദിലു 408 ഗ്രാം, ഇത് 208 ഗ്രാമാണ് ഇത് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. 208 ഗ്രാം. അപ്പം പറഞ്ഞെന്താണ്? 128 പിന്നെ 4 അസ്ബാഅല്ലേ പറഞ്ഞത്? അതെ, 208 ഗ്രാമാണ് അത് എന്നാണ് ഒരു പറയുന്നത്. 208 ഗ്രാം. അതെയാ? അല്ല, 408. വയുആദിലു 400 അല്ല പറഞ്ഞ 408 ഗ്രാം, 408 ഗ്രാമാണ് അത്രയത്. റിത്ത് ശർഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പിന്നെ 408. ഫഅലാ ഹാദ, അപ്പോൾ അതനുസരിച്ച് തകൂനുൽ ഖുല്ലത്താനി, അപ്പോൾ ഖുല്ലത്താനി എത്രയാകൂ? മുജറദുൽ കൈലിനുള്ള റിത്ത് ശർഇ എന്ന് പറഞ്ഞാൽ എത്രയാകൂ? 408 ആകും. ഫഅലാ ഹാദ തകൂനുൽ ഖുല്ലത്താനി 204 ഗ്രാം ആവും. കാരണം 204 കിലോഗ്രാം ആവും. കാരണം 500 അല്ലേ, 1000 അല്ല, 500 അല്ലേ. 500 കൊണ്ട് ഗുണിച്ചാൽ 408, പിന്നെ 100 ഗ്രാം എന്നല്ല പറഞ്ഞത്, 408 ഗ്രാമിന് 1000 കൊണ്ട് ഗുണിച്ചാൽ 408 കിലോ ആവും. 408 ഗ്രാമിന് 1000 കൊണ്ട് ഗുണിച്ചാൽ 408 കിലോ ആവും. 500 കൊണ്ടല്ലേ ഗുണിച്ചത്, അപ്പോൾ 204 അതിൻ്റെ നേരെ പകുതി. അപ്പോൾ പറഞ്ഞ റെഡിയാണ്, 204 കിലോ ആവും. 204 കിലോ ആയാൽ ഒരു പറയാണ് അതെന്താണ്? വയുആദിലു 258 ലിറ്റർ. അപ്പോൾ അത് 258 ലിറ്ററും ആവും. അപ്പോൾ
കുല്ലത്തേനിയൊക്കെ പിടുത്തം വിട്ട് നമ്മളെ 191 250 ലിറ്റർ പറഞ്ഞ് പോകുന്നതാണ് നമ്മൾ. ഇതിപ്പോൾ 258 ലിറ്റർ വേണമെന്നാണ് ആര് പറയുന്നത്? പലരും തങ്ങൾ പറയുന്നത്. എന്താകാൻ? 2 കൊല്ലത്താകാൻ. എന്നിട്ട് ഒരു തുടരുകയാണ്, വഖദ് തഖററൽ ഫർഖു ബൈനൽ വസ്നിൽ കൈലി വൻ നഖദി. കൈലിയായ ബൈനൽ വസ്നിൽ കൈലി വൻ നഖദി, കൈലിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു ഇരുത്തലുണ്ട്, നഖദിന് വേണ്ടി നാണയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ൻ. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ദിർഹമിൽ എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ. ഫൈന ദിർഹം അശ്ശർ, അത് ഓരോ കിതാബിൽ എൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു. ഫൈന ദിർഹം അശ്ശറഇയ്യ ലി വസ്നിൻ നഖദി വൽ ഫിദ്ദ 2.975 വലി വസ്നിൽ കൈലി അല്ലെങ്കിൽ മുജറദുൽ വസ്നി എന്ന് പറയാറുണ്ട്. അതിന് 3.171. മറ്റേ നേരത്തെ ആൾ പറഞ്ഞത് 3.18 ആയിരുന്നു, ഇപ്പോൾ 3.171 ആക്കി. 2.97133 ആയിരുന്നു അയാൾ പറഞ്ഞത്, ഇവരിപ്പോൾ 2.975 മുതലാക്കി. ഇങ്ങനെയൊക്കെ ഉള്ളത്. ഫതനബ്ബഹ്, ഒരിക്കൽ മനസ്സിലാകുന്നില്ല, രണ്ടുകൂടി ഒന്ന് കേൾക്കണം. ഫതനബ്ബഹ് ഫഇന്നഹു ഖദ് ഇൽതബസ ഹാദാ അലാ കസീരിൻ മിനൻ നാസ്. നല്ലോണം തനബ്ബുഹാണ്, ഇത് രണ്ടും തന്നെയാണ് കേട്ടോ. ഖുൽതു, അപ്പോൾ നമ്മൾ വകയിലുള്ള അഭിപ്രായം, ഹാദല്ലദീ ഖാലൂഹു, ഈ തങ്ങൾ പറഞ്ഞതും അതുപോലെ മറ്റേ മഹ്മൂദ് ഫാഖൂരി പറഞ്ഞതൊക്കെ, മിനത്ത് തഫ്രിഖത്തി, ഇത് രണ്ടാന്ന് പറഞ്ഞതും, വാത്തിബാരി 3.171 ഗ്രാമിനെ ഫി വസ്നി ദിർഹമി ഫി ഹിസാബി റിത്തുലി വഗൈരിഹി മുഷ്കിലുൻ. ഇവർ പറഞ്ഞ് ഇഷ്കാലം ഉണ്ടാക്കുന്നുണ്ട്. 3.171 നോക്കിയിട്ട് കണ്ടുപിടിക്കണം, എന്നിട്ട് കൊല്ലത്തല്ല ഇങ്ങനെ ബടാ കൊല്ലത്തായി മാറും. പറഞ്ഞത് കാരണം അങ്ങനെയാണ് റിത്തുൽ ശറഈ കണക്കാക്കേണ്ടതെന്ന് അവർ പറഞ്ഞത് മുഷ്കില. ഹത്താ ഫി ഹിസാബാത്തിഹിമിൽ ഉഖറ, ഓലെ വേറെ ഹിസാബ് നോക്കിയാൽ തന്നെ മുഷ്കില. ഓല് പറഞ്ഞതിൻ്റെ എതിരാണത്. കാണിച്ചു തരാം. ലിഅന്ന റിത്തുല അലാ ഹാദാ, ഇതനുസരിച്ച് റിത്തുൽ എത്ര വരണോ? 128.574 ഇൻറ്റു 3.171 സമം 407.7 എന്ന് വരണ്ടേ? അതാണ് ഒരു 408 എന്ന് പറഞ്ഞത്. അതാണ് ഒരു 408 എന്ന് പറയാനുള്ള കാരണം. ഒരു 3.171 പിന്നെ 0.7 ഒന്നാക്കിയതാണ്. അപ്പോൾ 408 0.3 തൽക്കാലം കൂട്ടിയിട്ട് കസർ റെഡിയാക്കിയതാണ്. അപ്പോൾ 408 ഗ്രാം എന്നാണ് ഒരു പറയാനുള്ള കാരണം. 128 സുബഹ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വരാറുള്ള ദിർഹമിനെ ഒരു ഗുണിച്ചത് 3.171 കൊണ്ടാണ്, നമ്മൾ ഗുണിച്ചത് 2.975 കൊണ്ടാണ്. അപ്പോൾ അവർക്ക് എത്ര കിട്ടൂ? 407.7 കിട്ടും. ഞമ്മക്ക് എത്ര കിട്ടിയിരുന്നു? 382 കിട്ടിയിരുന്നു. ഒരിക്കലും തന്നെ 382 നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഇവിടെ വരും. ഫൽ കൊല്ലത്താനി അലാ ഹാദ, അപ്പോൾ ഇതനുസരിച്ച് കൊല്ലത്താനി എത്ര വരണോ? കുറെ പറഞ്ഞ പോലെ വരികയാണെങ്കിൽ 500 × 407.7 എന്നിട്ട് എത്ര വരണോ? 203 ഗ്രാം വരണം. അതാണ് ഒരു 204 എന്ന് പറഞ്ഞാൽ ഒരു 3850 ഒരു 150 ഗ്രാമിൻ്റെ കുറവല്ലേ, അത് വിശ്വാക്കണ്ട. ഇത്ര ഗ്രാം വരണോ? 2 കൊല്ലത്തിലല്ലേ 150 ഗ്രാം തന്നെ ഇത്ര ഉള്ളതുണ്ടോ? അപ്പോൾ അതാ ഇപ്പോൾ അവർ പറഞ്ഞത്. അതാണ് 204 എന്ന് പ്രഖ്യാപിച്ചത്. 2,04,000 എന്നാണ് പറഞ്ഞത് ഗ്രാം അല്ലേ? 1,900 ലക്ഷം. അതെ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഫൽ കൊല്ലത്താൻ ഇത്ര വരണം. ഇത്ര 2 കൊല്ലത്ത് വെള്ളം ഇത്രയാണ് എന്ന് ഗ്രാമാണ് എന്ന് വന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള അളവിനെ നമുക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ എടുത്താൽ കിട്ടും. നമ്മളങ്ങനെ പണ്ട് 191 250 ക്യൂബിക് സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് 57 സംതിങ് എന്നുള്ള 1.25 മുഴത്തിൻ്റെ അളവിനെ നമ്മൾ കണ്ടെത്തിയത്. അതിവിടെയും കണ്ടെത്താം. ജിദ്റുഹു തഖ്ഇബി, അതിൻ്റെ ക്യൂബിക് സെൻറ്റിമീറ്റർ എത്രയാണ്? അത് 58.852 ആകും. നേരത്തെ പറഞ്ഞ് ചെയ്ത് നിങ്ങൾ ഓർമ്മിക്കണം, അവിടെ നോക്കണം. ഇത് എടുത്ത സ്ഥലമുണ്ട്. എങ്ങനെയാണ് നമ്മൾ പിന്നെ ദിറായിൻ്റെ അളവിനെ കണ്ടെത്തുന്ന രൂപം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതോടെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 58.852 വരും. അതെവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ നോക്കിയാൽ മതി. ദിറായിനെ പറ്റി പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫദ്ദിറാഉ, അപ്പോൾ ദിറായ് എന്ന് പറഞ്ഞാൽ എത്ര വരേണ്ടി വരും? 46.1 വരിക. 47.082 എന്ന് വരും. അപ്പോൾ ദിറായ്, കാരണം ഇതിൻ്റെ പിന്നെ റുബ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യൂ? ഇതിൻ്റെ ഹുംസിനെ നമ്മളും കട്ട് ചെയ്യും. 58.852 ഹുംസിനെ കട്ട് ചെയ്താൽ ദിറായ് വരും. അത് 47.0. വഖദ് ഖാല ഇന്നഹു 46.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 47.082 വരേണ്ടതാണ്. 46.2 100 പറഞ്ഞതാണ്. എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലേ 88.704 കിലോമീറ്റർ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് വരുവാന്ന് പറഞ്ഞല്ലോ. ഓർമ്മ വേണം, നല്ല തിരിയുള്ളൂ. ഫയക്കൂനുൽ മീലുൽ ഹാഷിമിയു, അപ്പോൾ മീലു ഹാഷിമി 4000 പറഞ്ഞ ആളാണേ. 4000 × 47.082 158 328 എന്ന് പറയണോ?
അപ്പോൾ 158.328 കിലോമീറ്റർ എന്നാ പറയേണ്ടി വരിക. വഖദ് റജ്ജഹ നഫ്സുഹു അന്നഹു 4000 ദിറാഇൻ. അപ്പോൾ മീലു ഹാഷിമി 158.322 അല്ല, സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞത്, സെൻറ്റിമീറ്റർ വരും. അപ്പോൾ പിന്നെ അതിനെ കിലോമീറ്റർ ആക്കുന്ന അവസരത്തിൽ ഒരു 5 സ്ഥാനം ഇപ്പുറം 1.88 ദൂരം കേട്ടോ. നേരെ സെൻറ്റിമീറ്ററാണിത്. അപ്പോൾ 2 സ്ഥാനം എടുത്താൽ മീറ്ററായി. അപ്പോൾ 1853 മീറ്റർ എന്നായി അല്ലേ. അതിനെ പിന്നെ കിലോമീറ്റർ ആക്കണമെങ്കിൽ 1000 മീറ്റർ ആണല്ലോ 1 കിലോമീറ്റർ, ഒരു സ്ഥാനം ഇപ്പുറട്ടെ. അപ്പോൾ 1 കിലോമീറ്ററും 853 മീറ്ററും എന്നാണ് വരിക. നമ്മൾ 4000 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം ഓർ അങ്ങനല്ലേ പറഞ്ഞത്, 4000 ദിറാ എന്നല്ലേ പറഞ്ഞത് ഒരു മീൽ ഹാഷിമി. വബിത്താലി അങ്ങനെ വരുമ്പോൾ മസാഫത്തുൽ ഖസർ എത്ര വരൂ? 48 പോയിൻറ്റ് ഇത്ര കൊണ്ട് ഇപ്പം കിട്ടിയ ഇതിനെ കൊണ്ട് ഗുണിച്ചാൽ 48 മീൽ ഹാഷിമിയാണല്ലോ 2 മർഹല. 90 കിലോമീറ്ററും 397 മീറ്ററും വരണം. 44 സെൻറ്റിമീറ്ററും, അത് 90.350 കിലോമീറ്റർ വരണം. വഖദ് റജ്ജഹ നഫ്സുഹു ഫിൽ കിതാബി. ഓർ അതേ മദാരിജിൽ ഓർ പറഞ്ഞിട്ടുണ്ട് 88 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റിയില്ലേ? പറഞ്ഞത് തെറ്റിയില്ലേ? തെറ്റിയിട്ടുണ്ട്. ഇനി കേൾക്കണം നിങ്ങൾ. അലാ അന്നൽ ഇമാം ഇബ്നു റിഫാഅത്ത് റഹിമഹുല്ലാ, ഇബ്നു റിഫാഅത്ത് തങ്ങൾ തന്നെ ഖാല അൻ ഇബ്നു സുറൈജിൻ, അവർ പറഞ്ഞെന്താണ്? അൻ ഇബ്നു സുറൈജിൻ അന്ന ദിർഹം അശ്ശരിയത്തി 50 ഹബ്ബത്തൻ വ 50 ഹബ്ബത്തിൻ. ഇബ്നു സുറൈജിൽ ഇബ്നു റിഫാഅത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സുറൈജിനെ തൊട്ട് റിപ്പോർട്ടുണ്ട്, ദിർഹമു ശരിയ എന്ന് പറഞ്ഞാൽ, ദിർഹമു ശറഈ എന്ന് പറഞ്ഞാൽ 50 ഹബ്ബത്തും 50 ഹബ്ബത്തുമാണ്. വൈസമ്മ ദാലിക ദിർഹമൽ കൈൽ എന്നതിൻ്റെ പേര്. അപ്പോൾ ദിർഹം ശറഈ ദിർഹം കൈൽ ഒന്നല്ല. ലിഅന്ന റിത്ല ശറഈ മിൻഹു യതറക്കബു, അതിൽ നിന്നും തൂക്കിയിട്ടാണല്ലോ ദിർഹം ശറഈ വന്നത്. അതുകൊണ്ട് അതിന് കൈൽ ദിർഹമുൽ കൈൽ എന്ന് പേരുണ്ട്. വയതറക്കബു മിനർ റിത്ലിയൽ മുദ്ദു, റിത്തിൽ നിന്നല്ലേ മുദ്ദ് തറക്കുമാകുന്നത്, മുദ്ദിൽ നിന്നല്ലേ സായ് തറക്കുമാകുന്നത്. ഫഖസ്സറഹ കണ്ടില്ലേ, വ്യക്തമാക്കിയിരിക്കുകയാണ് ഇബ്നു റിഫാ ഇബ്നു സുറൈജിനെ തൊട്ട്. അന്ന ദിർഹം അശ്ശരിയത്തി ഹുവൽ മുസമ്മാ ബിദിർഹമിൽ കൈലി, അത് തന്നെയാണ് ദിർഹമുൽ കൈൽ. വഹുവല്ലദീ തറക്കബത് മിൻഹുൽ മഖാദിറു ശർഇയ്യ ഫലാ വജ്ഹ ലിത്തഫ്രിഖത്തിൽ മദ്കൂറാ. അതുകൊണ്ട് തന്നെ ഈ വിട്ടുപിരിക്കലിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ബന്ധിച്ച് വെച്ചിരുന്നത്, പിന്നെ പറയാം. എന്താണത്? സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്, പിന്നെ 765 ml ആണ് മുത്തിൻ്റെ അളവ് എന്ന്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ വസ്തുത? അത് ആ വ്ളോഗ് നമ്മൾ വായിച്ച് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അത് എടുക്കപ്പെട്ടത് എന്തിൻ്റെ മേലാണ്? അൽമുദ്ദു റിത്തൊലാനി എന്ന അടിസ്ഥാനത്തിലാണ്. അൽമുദ്ദു റിത്തൊലാനി എന്ന അടിസ്ഥാനത്തിലാണ്. റിത്തുൽ എന്ന് പറഞ്ഞാൽ വസനാണല്ലോ. എത്ര വസന്? 382.5. നമ്മൾ പറഞ്ഞല്ലോ 382 ഗ്രാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അൽമുദ്ദു റിത്തൊലാനി, മുദ്ദ് എന്ന് പറയുന്ന അളവ് 2 റിത്തലാണ്. അപ്പോൾ ആ റിത്തലാനീനെയും കുടിച്ചാൽ, ആ റിത്തലാനി എടുത്തു കഴിഞ്ഞാൽ 382 × 2 380 380 760. 382 ഉണ്ടല്ലോ, 2 2 5 765. ഇതാണ് പോലെ പറഞ്ഞത്. പക്ഷേ ഊലെന്നെ എൻ്റെ മുമ്പിൽ ആ ബ്ലോഗിലുണ്ട് എന്ത്? അൽമുദ്ദു റിത്തലാനി എന്നുള്ള ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, സഹീഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ തള്ളുകയും ചെയ്തിട്ടാണ് ചർച്ച പുരോഗമിച്ചിട്ട് റിത്തുലുൻ വ സുലുസുഹു എന്നതാണ് മുഅ്തമദ്, ഖംസത്തു അർത്താലിൻ വ സുലുസു റിത്തുലിൻ എന്നാണ് ഷായിലു മുഅ്തമദ്, റിത്തുലുൻ വ സുലുസുഹു എന്നാണ് മുദ്ദിൽ മുഅ്തമദ്, നമ്മുടെ മദ്ഹബ് അതാണ് എന്ന് പറഞ്ഞിട്ടേക്ക് പോകുന്നതല്ലേ. പിന്നെ എങ്ങനെയാണ് മുദ്ദിനെ മനസ്സിലാക്കാൻ പിന്നെയും തിരിച്ച് മുദ്ദും തന്നെ റിത്തുലാനി എന്നുള്ള അളവിലേക്ക് പോകുന്നത്? എന്തല്ല, ഒരു ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതെന്താണ്? ഭിന്നചരിത്രങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ഹദീസിൻ്റെ സ്വീകാര്യതയെ നമ്മൾ എന്താക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ അതിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ശരിയാകുക എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഫുഖഹാ നിർണയിച്ച് തന്നിട്ടില്ലേ മുദ്ദിൻ്റെ വസനിനെ. നമ്മൾ നേരത്തെ കണ്ടതല്ലേ, 171 സംതിങ് ദിർഹമല്ലേ. 171 സംതിങ് ദിർഹമിനെ നമ്മൾ ഗുണിച്ചപ്പോൾ 2.95 ഗുണിച്ചപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? 510 ഗ്രാം കിട്ടിയതാണ്. 171 നമ്മളിത് കൊടുത്തല്ലോ ദിർഹമിൻ്റെ അളവ് എത്രയാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ അളവൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ എത്രയാണ് വരിക എന്ന് അല്ലേ? പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാ അൽ മുദ്ദു എത്രാം പേജിൽ? 32-ാം പേജിലുണ്ട്. 171 പോയിൻറ്റ് പിന്നെ മിയത്തുൻ വ അഹദുൻ വ സബഊന വ സലാസത്തു അസ്ബാഇ ദിർഹമാണ് അല്ലേ, മഹല്ലിൽ കൊടുത്തിട്ടുണ്ട്.
അത് ഗുണിച്ചപ്പോൾ കിട്ടിയ വസനത്തിൽ 510 ഗ്രാമാണ്. അപ്പോൾ 510 ഗ്രാമാണെന്ന് കിട്ടിക്കഴിഞ്ഞതാണല്ലോ നമ്മളെടുക്കലേ. അപ്പോൾ 510 ഗ്രാമിനെ ഏത് ധാന്യം തൂക്കിയെടുത്തിട്ടാണ് നമുക്ക് 765 മില്ലിയിലേക്ക് എത്തിക്കാനാകുക? വളരെ പ്രയാസമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞതായിട്ട് നമ്മൾ എത്തിച്ചതല്ല, എത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഏറ്റവും ഭാരം കുറഞ്ഞതിന് നമ്മൾ എത്തിച്ചത് നമ്മളെന്ന് പറഞ്ഞില്ലേ? എത്രയാണ്? പിന്നെ ഏറ്റവും ഭാരം കുറഞ്ഞത് നമ്മളെന്ന് പറഞ്ഞല്ലോ 600 എത്ര വെച്ച് തൂക്കിയപ്പോൾ 800 ml എടുത്തുകൊണ്ട് നമ്മൾ തൂക്കിയിട്ട് നമ്മൾ പറഞ്ഞു തന്നില്ലേ അന്ന് ഒരു ചാർട്ടിൽ? നമ്മൾ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾ, നമ്മുടെ ചാർട്ടിൻ്റെ പേജ് ഞാൻ പറഞ്ഞുതരാം. ഇതാ 42ാമത്തെ ചാർട്ടിലുണ്ട്. 42ാമത്തെ ചാർട്ടിൽ നോക്കിയാൽ അറിയാം 800 ml തൂക്കിയിട്ട് 692 ഗ്രാം എത്തിയതുണ്ട്, 785 വരെ ഗ്രാം എത്തിയത് വരെ ഉണ്ട്. 800 ml തൂക്കിയിട്ടാണേ പറഞ്ഞത്. തിരിച്ചും പറയാമല്ലോ. അപ്പോൾ 785 ഗ്രാം തൂക്കിയിട്ടാണ് 800 ml ആയത് അല്ലേ? ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ 510 ഗ്രാം തൂക്കിയിട്ട് പിന്നെ 765 ml ആകുന്ന ധാന്യം ഏതാ അവിടെ ഉള്ളത്? ഇല്ല. നമ്മളുടെ ഡെൻസിറ്റി വെച്ച് നമ്മൾ ഹരിച്ച് നോക്കിയാൽ നമുക്കത് തിരിയും അല്ലേ? നമ്മളെന്ത് ഇതായി ഇതിലിപ്പോൾ ഡെൻസിറ്റി 0.86, 0.92, 0.98 അങ്ങനെയൊക്കെ ഉണ്ടില്ല. നിങ്ങൾ ഏതൊന്നുകൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയൂല. 765 മുതൽ എത്തിച്ചേരാൻ കഴിയൂല. ഇപ്പം ഇതാ 710 വസനാണുള്ളത് എങ്കിൽ 800 കയ്യിൽ കിട്ടും. അതുപോലെ 650 വസനാണുള്ളത് എങ്കിൽ 800 ml കിട്ടും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബന്ധമുള്ളത്. അപ്പോൾ 510 വസനുണ്ടാകുന്ന അവസരത്തിൽ ഏറ്റവും പിന്നെ ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഏടെത്താൻ കഴിയില്ല, ഒന്ന് തുറഞ്ഞെടുത്താൻ കഴിയും. ഇവരിപ്പോൾ തഖരീബാണ് എന്ന് പറഞ്ഞാലും ഒരു തഖരീബെങ്കിലും കിട്ടണ്ടേ നമുക്ക്? അത് കിട്ടുന്നില്ല. അത് എവിടെ നിന്ന് വന്നതാണ്? ഇപ്പോൾ ചർച്ചേൻ്റെ അടിസ്ഥാനം തന്നെ ഇവിടെ നിന്നാണ്. ചർച്ചേൻ്റെ അടിസ്ഥാനം അൽ-മുദ്ദുരി തൊലാനി എന്നുള്ള അടിസ്ഥാനത്തിലല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ അൽ-മുദ്ദുരി തൊലാനി എന്നുള്ള ഹദീസ് നമ്മൾ തള്ളിയിട്ട് ചർച്ചയ്ക്ക് പോന്നിട്ട് പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നേരെ കണ്ടതാണ്. പിന്നെ നേരത്തെ കാലത്തെ ഉള്ള പണ്ഡിതന്മാർ പലരും ഈ ഒരളവനുസരിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്ത് മനസ്സിലായി. നമ്മളൊക്കെ ഉസ്താദിൻ്റെ മുദ്ദ് നമ്മൾ തൂക്കി നോക്കിയല്ലോ, മുദ്ദിൽ അരി എടുത്ത് തൂക്കി നോക്കിയത് ഞാൻ ഫോട്ടോ അടക്കം കാണിച്ചതല്ലേ? സ്കെയിലിൻ്റെ തുലാസിൻ്റെ ഫോട്ടോ അടക്കം ഞാൻ വിട്ടല്ലോ. എത്രയാണ് ആ മുദ്ദിൽ അവർ പതിറ്റാണ്ടുകൾ കൊടുത്തിരുന്ന മദീനയിൽ നിന്ന് സംഘടിപ്പിച്ചു കൊണ്ടുവന്നൊരു മുദ്ദാണത്. ആ മുദ്ദിൽ അളന്നാ കൊടുക്കാറുള്ളത്. അതിൽ അളന്ന് കട്ട്, അതായത് അതിൽ അളന്നാൽ മതി, കൂമ്പാരമാക്കി ഇടണം എന്നില്ല. പക്ഷെ ബാപ്പ കൂമ്പാരാക്കിയിട്ടാണ് കൊടുക്കാറുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂമ്പാരാക്കി ഇടുകയാണെങ്കിൽ 510 മേലെ പോകും. കൂമ്പാരാക്കി ഇടാത്ത സ്ഥിതിക്ക് ഞാൻ തൂക്കിയിട്ട് 505 ഗ്രാം ആകാണ്ടത്. 5 അത് കുറച്ച് കൊണ്ടുണ്ടല്ലോ അരിയുടെ വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ 510 എന്നുള്ളതിനോട് എത്ര കൃത്യമായിട്ട് എത്തുന്നുണ്ടത് ഗ്രാമിൽ? ആ പാത്രത്തിൽ അളന്ന് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് കണ്ടതാണ്. ആ ഒതുക്കുങ്ങല ആ ഷോപ്പിൽ ഞാൻ തൂക്കിയതാണ്. അപ്പോൾ മുൻഗാമികൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഫത്തുൽ മീൻ പറഞ്ഞത് ബിഹഫനത്തൈ പിന്നെ ബി കഫൈ റജുലി മുഴത്തതിൽ കൊണ്ട് തൂക്കിയ അവസരത്തിൽ നിങ്ങളൊന്ന് തൂക്കി നോക്കിയ കഫൈ റജുലോണ്ട് എടുത്തിട്ട് 765 ഗ്രാമും അത്ര ml എത്തിക്കാൻ അങ്ങനത്തെ ഒരു നിങ്ങൾ കഫ് കൊണ്ട് തൂക്കിയിട്ട് നിങ്ങൾ നോക്കി നോക്ക്, എത്താൻ പണി തന്നെയാണ്. അങ്ങനെയൊക്കെയല്ലോ കണക്കാക്കി തന്നത്. അങ്ങനെ ഇപ്പം വസ്തുത ഉള്ളത്. ഓക്കെ, എന്നാൽ അപ്പോൾ നമ്മളിവിടെ അവസാനിക്കാൻ പോവാണ്. വല്ലതും ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ വിനീതനായി എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടിയെല്ലാം തയ്യാറാക്കണം. നമ്മൾ വേറൊരു ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല ക്ലാസ്സിന് സന്നദ്ധനായത്. മുന്തതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ഫായദപ്പെടുന്നുണ്ടെങ്കിൽ ഫായദപ്പെടട്ടെ. നമ്മൾ പിന്നെ വളരെ വിശാലമായിട്ട് പറയാത്തത് ഇതിലധികവും മുദരിസ്മാരും കാര്യമൊക്കെ ആണല്ലോ ഉള്ളത്. അപ്പോൾ വരുന്ന മുഷിപ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. തിരിയാത്തത് ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നോക്കണം. കിതാബ് ഇല്ലാത്ത സ്ഥിതിക്കാണ് കുറച്ച് വിഷമാകുക. കിതാബ് ഉണ്ടായാൽ എളുപ്പത്തിൽ മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ദ്വാരക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.